വൈദ്യുതി നിരക്ക് കൂട്ടി KSEBയുടെ ഇരുട്ടടി. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടി. യൂണിറ്റിന് 16 പൈസ വർദ്ധിപ്പിച്ചു. മൾട്ടി ഇയർ പ്രൈസിംഗ് എന്ന് പറയുന്ന മൾട്ടി ഇയർ താരിഫ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെ 3 മാസം കഴിയുമ്പോൾ, അതായത് അടുത്ത ഏപ്രിലാകുമ്പോൾ, മാർച്ച് കഴിഞ്ഞാൽ വീണ്ടും പൈസ കൂടും. അപ്പോൾ അങ്ങനെ ഒരു സൂത്രപ്പണി കൂടെ ഈ വർധനയിൽ ഒപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് 16 പൈസ ഉള്ളതെന്ന് തോന്നും, പക്ഷേ അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉൾപ്പെടെ നിരക്ക് വർധന ബാധകമാണ്. ഫിക്സഡ് കോസ്റ്റിലും മാറിയിട്ടുണ്ട്. ഇന്നലെ മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നുവെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. സമ്മർ താരിഫ് വേണമെന്ന KSEBയുടെ ആവശ്യം അംഗീകരിച്ചില്ല. അതേസമയം നിരക്ക് വർദ്ധിപ്പിക്കാതെ ഒരു നിവൃത്തിയുമില്ലെന്നാണ് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി പറയുന്നതും. വർധനവ് എല്ലാവർക്കും ദോഷം തന്നെ. അത് ഞാൻ പക്ഷേ നിവൃത്തിയില്ല. അതുകൊണ്ട് വർദ്ധിപ്പിച്ചതിൽ വലിയ അപാകതയില്ല എന്നുള്ളതാണ്. അത്രയും ചെറിയ വർധനവേ വന്നിട്ടുള്ളൂ. പക്ഷേ മറ്റ് ക്രോസ് സബ്സിഡി ഉള്ളത് കൊണ്ടൊക്കെ ആ വർധനവ് എടുക്കാതിരിക്കാൻ യാതൊരു വഴിയില്ല. 1000 മെഗാവാട്ട് കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെയുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് താരിഫ് വർധനയില്ല. 32,000 ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ തുടങ്ങി ഇവിടെ താരിഫ് വർദ്ധിച്ചിട്ടില്ല. ഏകദേശം 38,000 ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ ക്യാൻസർ രോഗികളോ സ്ഥിരമായി അംഗവൈകല്യം ബാധിച്ചവരോ വീട്ടിലുള്ളവർക്ക് പ്രതിമാസം 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് താരിഫ് വർധനയില്ല. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 16 പൈസ മാത്രമാണ് വർദ്ധിക്കുന്നത്. അതായത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. എന്നാൽ അടുത്ത സാമ്പത്തിക വർഷം അത് വരികയായി. 3 മാസം കഴിഞ്ഞാൽ അടുത്ത സാമ്പത്തിക വർഷമാണല്ലോ. 2025-26 സാമ്പത്തിക വർഷത്തിൽ അത് 12 പൈസ കൂടി വർദ്ധിക്കും. അപ്പോൾ എത്രയായി? 28 പൈസയായി. 250 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു ഇടത്തരംകാരന് എത്ര പൈസയാകുമെന്ന് നിങ്ങൾ അറിയുമ്പോഴാണ് ഈ വൈദ്യുതി ചാർജ് എത്രമാത്രം കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുക. മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ, നമുക്ക് അമർഷം തോന്നുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ അന്തർഭവിച്ചിട്ടുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമുക്ക് വൈദ്യുതാഘാതം ഏറ്റു, പറയൂ. അപ്പോൾ ആ മന്ത്രിയുടെ പ്രതികരണത്തിൽ പറഞ്ഞ വളരെ ലൈറ്റായി പറഞ്ഞ് വളരെ ചെറിയൊരു വർധനവ് എന്ന് മന്ത്രി പറയുമ്പോൾ സത്യത്തിൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം വളരെ വലുതാണ് എന്ന് പറയാതെ ഇരിക്കാൻ കഴിയില്ല. കാരണം വളരെ പെട്ടെന്ന് പറയുമ്പോൾ 16 പൈസ ഒരു യൂണിറ്റിന് കൂട്ടി എന്ന് മാത്രമാണ്. അതായത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാവരും, വൈദ്യുതി വകുപ്പുമായി ഒക്കെ പറയുന്നത് വളരെ ചെറിയൊരു വർധനവ് എന്നാണ്. എന്നാൽ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് മാത്രമല്ല, വലിയ ആഘാതം, വലിയ വർധനവ് ഉണ്ടാകുന്നു എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ചാർജുകൾ അതിനൊപ്പം തന്നെ വർദ്ധിക്കുന്നത്, അതായത് ഒരു കുടുംബത്തിന്റെ ഒരു മാസത്തെ വൈദ്യുതി ബില്ലിൽ വരുന്ന വർധനവ് വലിയ അളവിൽ കൂടുന്നു എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വർദ്ധിക്കുന്നത് 16 പൈസ, അതായത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി എന്നീ മാസങ്ങളിൽ, മാർച്ചിൽ കൂടി വർദ്ധിക്കുന്നത് ഒരു യൂണിറ്റിന് 16 പൈസ. ഒരു യൂണിറ്റിന് 16 പൈസ വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ഫിക്സഡ് ചാർജ് വർദ്ധിക്കുന്നു. ഫിക്സഡ് ചാർജ് വർദ്ധിക്കുന്നത് ഒരു മാസം 50 യൂണിറ്റ് മാത്രം ഉപയോഗിക്കുന്ന ആളുകൾക്ക് 5 രൂപ, അതിനുശേഷം 10 രൂപ, 100 യൂണിറ്റിലേക്ക് എത്തുമ്പോൾ 10 രൂപ, 200 യൂണിറ്റിലേക്ക് എത്തുമ്പോൾ 15 രൂപ, അങ്ങനെ ഈ ഫിക്സഡ് ചാർജ് കൂടിക്കൂടി പോവുകയാണ്. അതായത് ഇപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞത് പ്രതിമാസം 40 യൂണിറ്റിൽ താഴെ ഉപയോഗിക്കുന്ന ഒരു BPL കുടുംബത്തിനും ഈ വർധനവ് ബാധകമല്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഒരു കുടുംബത്തിന്, ഒരു സാധാരണ കുടുംബത്തിന്, TV പോലും ഇല്ലാത്തൊരു കുടുംബത്തിന് പോലും 40 യൂണിറ്റിലധികം ഒരു മാസം ചിലവ് വരും എന്നുള്ളത് കണക്കാക്കണം. മാത്രമല്ല, നമ്മുടെ വൈദ്യുതി ബില്ല് വരുന്നത് 2 മാസം കൂടുമ്പോഴാണ്. അതായത് നിലവിൽ 100 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് പുതുക്കിയ നിരക്ക് പ്രകാരം 2 മാസത്തെ ബില്ല് വരുമ്പോൾ 100 യൂണിറ്റ് എന്ന ഏറ്റവും കുറഞ്ഞ സംഖ്യ ഉപയോഗിക്കുന്നവർക്കാണ് ഞാൻ ഈ കണക്ക് പറയുന്നത്, 50 രൂപ അധികമായി വരും. അതായത് ഒരു യൂണിറ്റിന് 16 പൈസ എന്ന് വളരെ നിഷ്കളങ്കമായി പറയുമ്പോൾ വളരെ ചെറിയ 100 യൂണിറ്റ് നമ്മളൊക്കെ സാധാരണഗതിയിൽ വീട്ടിൽ ഉപയോഗിക്കുന്നത് അതിനേക്കാൾ വളരെ വലുതാണ്. അപ്പോൾ ആ ആളുകൾക്ക് മാത്രം 50 രൂപ ഇതുവഴി കൂടും എന്നുള്ളതാണ്. അത് ഈ ഫിക്സഡ് ചാർജ് വഴി, ഒപ്പം തന്നെ ഈ പുതുക്കിയ യൂണിറ്റിൻ്റെ കണക്ക് വഴിയൊക്കെ ആ വർധനവുണ്ടാവും. ഒപ്പം തന്നെ ഇപ്പോഴുള്ള 16 പൈസയ്ക്ക് പുറമെയാണ് അടുത്ത മാർച്ച് മുതൽ, അതായത് അടുത്ത സാമ്പത്തിക വർഷം മുതൽ 12 പൈസ കൂടി കൂടുന്നത്. അതായത് ഫലത്തിൽ ഇപ്പോൾ കൂടിയിരിക്കുന്നത് 28 പൈസയുടെ വർധനമാണ്. ഒരു 3 മാസത്തേക്ക് മാത്രമാണ് 16 പൈസയുടെ വർധനവ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, മൾട്ടി ഇയർ താരിഫ് അതുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുണ്ട്. അതിലെ അപകടവും നേരത്തെ 24 തന്നെ വാർത്തയാക്കുകയും ചെയ്തിരുന്നതാണ്. അങ്ങനെ വലിയ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല,
നിലവിൽ 2026-27 വർഷത്തേക്ക് ഇനിയൊരു വർധനവില്ല എന്ന് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നുണ്ട്. പക്ഷേ അവിടെയും ഉണ്ട് അപകടം. 2026-27 വർഷത്തേക്ക് വർധനവില്ല എന്ന് പറയുമ്പോഴും നിലവിൽ കൂടിയ 12 പൈസ അത് എല്ലാ സാമ്പത്തിക വർഷവും കൂടുന്ന നിലയിൽ എന്നുള്ളതാണ്. അതായത് മറ്റൊരു വർധനവ് ഔദ്യോഗികമായി ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. സ്വാഭാവികമായ വർധനവ് ഈ ഓരോ വർഷവും ഉണ്ടാകും. അപ്പോൾ അടുത്ത വർഷം 12 പൈസ, അതായത് ഇപ്പോഴത്തെ 16 അടുത്ത 12 ചേർന്ന് 28, അതിനുശേഷം അതിനടുത്ത വർഷമാകുമ്പോൾ അത് 40ലേക്ക് ഉയരും എന്നുള്ളതാണ്. അതായത് ഫലത്തിൽ വർധനവുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല പ്രതിമാസം 250 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഫിക്സഡ് ചാർജിൽ 5 മുതൽ 30 രൂപ വരെ വർധനവുണ്ടാകും. അത് ചെറിയൊരു വർധനവല്ല, അത് ഫിക്സഡ് ചാർജിൽ മാത്രമാണ് ആ വർധനവ്. പിന്നീട് ആ യൂണിറ്റ് കൂടി 16 പൈസ വെച്ച് വരുമ്പോൾ അതൊരു വലിയ തുകയിലേക്ക്, അതായത് ഒരു സാധാരണ മനുഷ്യൻ്റെ സാധാരണ കുടുംബത്തിൻ്റെ കുടുംബ ബജറ്റ് ആകെ താളം തെറ്റിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന BPL കുടുംബത്തിനാണ് നിരക്ക് വർധനയില്ലാത്തത്. അങ്ങനെ 40 യൂണിറ്റിൽ താഴെ ഉപയോഗിക്കുന്ന BPL കുടുംബമോ APL കുടുംബമോ ഏതെങ്കിലും കുടുംബമൊക്കെ ഇപ്പോൾ കേരളത്തിലുണ്ടോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല സോളാർ ലഭ്യത കൂടി കണക്കിലെടുത്ത് പ്രതിമാസം 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് പകൽ സമയം നിരക്കിൽ 10% കുറവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഈ ഉത്തരവിലെ ഒരാശ്വാസം. അതും വളരെ ചെറിയൊരു ശതമാനമാണ് ആ കണക്ക് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഒപ്പം കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതി യൂണിറ്റിന് 5 പൈസ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അവിടെ പ്രത്യേകിച്ചെടുത്തൊരു വർധനവുണ്ടാകുന്നത്. ചെറുകിട വ്യവസായികൾക്ക് പകൽ നിരക്ക് 10% കുറച്ചിരിക്കുന്ന ഒരു നില കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും സ്വന്തമായി റീഡിംഗ് എടുക്കുന്ന ഉപഭോക്താക്കളെ പ്രതിമാസ ബില്ലിലേക്ക് മാറ്റാൻ കമ്മീഷൻ KECBയോട് നിലവിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കണക്ക് പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ്: വളരെ എളുപ്പത്തിൽ 16 പൈസയുടെ വർധനവ് മാത്രമെന്ന് പറയുകയും 28 പൈസയുടെ വർധനവ് ഫലത്തിൽ വരികയും ചെയ്യുന്നു. അതൊരു യൂണിറ്റിന് മാത്രമാണ്. അതിനപ്പുറം ഫിക്സഡ് ചാർജ് കൂടുന്നു, അതിന്റെ സർചാർജ് കൂടുന്നു, മൾട്ടി ഇയർ താരിഫ് ഏർപ്പെടുത്തുന്നു. അങ്ങനെ